ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബിഗ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നമുക്കങ്ങനെ വീഡിയോയ്ക്ക് വന്നാലോ. ഒത്തിരി സാധനങ്ങൾ വെച്ചത് നമുക്കപ്പോൾ അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ വരുന്നത് ചോക്ലേറ്റ്സ്. ഇതിൻ്റെ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ എന്തായിട്ട് ഹൈ ഡാൻസിക് ചോക്കോ. അപ്പം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഹൈ ഡാൻസിക് ചോക്കോ എന്ന സാധനം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ വെക്കാം. പിന്നെ നമുക്കുള്ളത് ഫ്രൂട്ടിയാണ്. കുടിച്ച് നോക്കണം. അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം എന്തായാലും നല്ലതാണ്. അപ്പം നമുക്ക് ഈ ഫ്രൂട്ടി ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ടി അത്യാവശ്യം നല്ല. അടുത്തതായിട്ടൊരു ബിഗ് സാധനം, ഇത്രയും വലിയൊരു കിറ്റ് ഇതാണ്ട്. ഇത് ഇത്രയും സാധനങ്ങൾ വരും. ഇത് ഒരു യൂണിക്കോൺ ബോക്സ് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്ന മുമ്പ് ഇത് പൊച്ചാണ്. ഇതൊക്കെ ബാക്കി സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഫസ്റ്റ് സാധനം വരുന്നത് ഈ സാധനമാണ്. ഒരു ക്രയോൺസ്. നമുക്കതിനെ പൊട്ടിച്ച് നോക്കാം. ഇതുണ്ട് ബ്ലാക്ക് സ്കെച്ച്. എല്ലാ കളേഴ്സും ഉണ്ട് അത്യാവശ്യം. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ബാക്കി അൺബോക്സ് ചെയ്യാം. ഇതിങ്ങനെ വെച്ച് അടുത്തത് ഇതാണ് യൂണിക്കോൺ പെൻസിൽ ബോക്സ്. നമുക്ക് തുറക്കാം. എല്ലാവർക്കും അത്യാവശ്യം അറിയാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കട്ടർ ഫ്രീ ആയിട്ട് കിട്ടും. കട്ടറൊന്നും നിങ്ങളെ അന്ന് കാണിക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടും. പിന്നെ കൺഗ്രാറ്റുലേഷൻസ് ഉണ്ട്. എന്താണ്ട് ഇത് മേടിച്ചതിൻ്റെ നന്ദിയുണ്ട്. ചെയ്തിട്ടുണ്ട്. അതെല്ലാം പൊടി, കട്ടറിൻ്റെ വേസ്റ്റ് പൊടി എല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് ഈ സൈഡ് കണ്ടോ. ഈ സൈഡ് ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ നോട്ട് പിടിച്ച് തിരിച്ചാൽ മതി. സ്കെയില് വരും. കാണിക്കട്ടെ. സ്കെയില് ഇതുപോലത്തെ ഒരു ബിഗ് സ്കെയില് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കാണ് സ്പേസ് ഇതാണ്ട്. ഈ ഇട കണ്ടോ. ആ ഇടയ്ക്കോട്ട് വെക്കാം. ഇത്രയോ. പിന്നെ അത് വെക്കുക. ഈ സൈഡ് കണ്ടോ. ആ സൈഡ് ഇങ്ങനെ വെക്കുക. തേച്ച് ഇത്രയേ ഉള്ളൂ. ബാക്കി ഒരു റബ്ബർ സെക്ഷൻ. റബ്ബർ ഒരു യൂണിക്കോണിൻ്റെ എന്താണ്ട് പേരെഴുതിയിരിക്കുന്നതാണ് റബ്ബർ. പിന്നെ ഒരു ക്യൂട്ട് ഇറേസർ. ഇറേസറും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിസേഴ്സാണ്. ഇത് മുറിയും ശരിക്കും. നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് അതൊന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടും. വേറൊരു സാധനമുണ്ട്. അത് ഞാൻ അവിടെ വെച്ചേക്കുവാണ് ഷോക്കേസിനകത്ത്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഒരു കട്ടർ സെക്ഷന് കട്ടറുണ്ട്. പിന്നെ ഉള്ളത് ടേപ്പ് സെക്ഷൻ. ടേപ്പുണ്ട്. ഇത്രയും സാധനമുണ്ട്. ഇപ്പുറത്തിങ്ങനെ കാണും. അത് പിടിച്ച് മണ്ടയ്ക്കോട്ടാക്കിയാൽ
വരയ്ക്കാനുള്ളൊരു സ്പേസ് കിട്ടും. അതിനാണ് നമ്മൾ അത് സ്കെച്ച് പെൻ ഇതെടുത്ത് മാറ്റി വെക്കാം. പിന്നെ നമുക്കുള്ളത് ഒരു വാട്ടർ കളറല്ല, ഇതുപോലത്തെ 2 ഉണ്ട്. ഫസ്റ്റ് 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ബിഗും ഒരെണ്ണം സ്മോളും. ആദ്യത്തേത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ആദ്യം രണ്ടാമത്തെ മാത്രം എല്ലാം ഇങ്ങനെ അയക്കുമല്ലോ. ആദ്യം നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കാർഡിന് ഒട്ടിച്ച് ഈ സാധനം ഷെയ്ഡ് ചെയ്യാനുള്ള സാധനം. പിന്നുള്ളത് ഇത്രയും വലിയ കളേഴ്സാണ്. ഇത്ര സാധനങ്ങളുണ്ട്. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് റബ്ബറിനെ കുറിച്ച് റബ്ബർ എല്ലാത്തിനകത്തും കാണത്തില്ലേ. അടുത്തത് ഒരു സ്കെച്ച് പെൻ. ഇത് സാധാരണ സ്കെച്ച് പെന്നല്ല, വണ്ടർഫുൾ അടിക്കുന്നത് സ്കെച്ച് പെന്നാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ ഇരിക്കരുത്, ഇതുപോലത്തെ രീതിയില്ല. ഇതിൻ്റെ ബാക്ക് വശം ഇങ്കണ്ട കയ്യിലും കാലയിലും കണ്ട് പറ്റി എൻ്റെ കയ്യിലല്ല. കണ്ട് ഇതുപോലത്തെ ഒരു സ്കെച്ച് പെൻ 3 നമുക്ക് കിട്ടും. നല്ലതായിട്ട് തെളിയുന്നുണ്ട് കേട്ടോ. യെല്ലോയും ബ്ലൂവും റെഡും എല്ലാം അത്യാവശ്യം നല്ലതാണ്. അപ്പം ഇത് ഇത്രയുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് ഒരു പെൻസിൽ. നല്ലൊരു പെൻസിൽ കിട്ടും. പിന്നെ ഒരു ഗ്ലിറ്റർ, കണ്ട സാധനം പൊട്ടിച്ച് നോക്കാം നമുക്ക്. ഇത് 3 ഷെയ്ഡായിട്ട് 3 കളറായിട്ട് കിട്ടും. നമുക്കറിയാം പക്ഷെ അയ്യോ ഗ്ലിറ്ററായിരുന്നത് ഫുള്ള് വരുന്നൊരു ഗ്ലിറ്ററാണ്. നല്ല കല്ലുല്ലോ ആയിട്ടുണ്ട്. തിളക്കം ഉണ്ട്. ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള ഒരു സാധനം. അതിനകത്ത് മിക്സ് കളറും ഉണ്ട്. ഒരെണ്ണം മിക്സ് കളറാണ്. അതിൻ്റെ കൊടുത്തൊരു ഗോൾഡും. ഇത്രയുള്ള. പിന്നെ ഉള്ളത് സ്കെച്ച് പെൻ, സാധാരണ നോർമൽ സ്കെച്ച് പെന്നായിട്ട് അതുണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു പെയിൻറ്റിങ് ബുക്കാണ്. ഇതൊരു പെയിൻറ്റിങ് ബുക്കാണ്. അപ്പം ഇത്ര സാധനം നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് ഒരെണ്ണം കൂടെ ഉണ്ട് സാധനം. അതുകൊണ്ട് തന്നെ വീഡിയോ കഴിയില്ലേ. ഒരു സാധനം കൂടെ മാത്രം മതി. നമുക്കിതെല്ലാം പെരക്കി വെച്ച് പോകാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അത് അവിടെ ഇവിടെ ബോക്സ് എല്ലാം ഉണ്ട്. അവിടെ ഇവിടെ നമ്മളെടുത്ത് വെച്ച്. പിന്നെ അൺബോക്സിങ് ഉണ്ട്. എന്താ പാവക്കുട്ടിയായിട്ട് വരുന്നതുകൊണ്ട് ക്യൂട്ട്. കയ്യിലൊക്കെ ബലൂൺ ഇരിപ്പുണ്ട്. നമുക്ക് അതിനെ പൊട്ടിച്ച് നോക്കാം. എന്നിട്ട് രണ്ട് സാധനം കൂടി ഇനിയുള്ളു. അതാണ് വീഡിയോ അവസാനം. 3-4 സാധനങ്ങളുണ്ട്. എന്നിട്ട് മാറ്റി വെച്ചേക്കുക. ഇതിൻ്റെ അകത്ത് ഈ പെട്ടിക്കകത്തെല്ലാം കൂടെ കിട്ടിക്കേറ്റം പഞ്ചം പാട. പിന്നെ എടുക്കുമ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ചെറിയ പാട. നല്ലൊരു പെണ്ണിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ബ്യൂട്ടിഫുൾ ഗേൾ. നമുക്ക് ഈ പുറവശത്ത് താണ്ട് ഇങ്ങനെ കാണും. അതിൻ്റെ ആ സാധനം ഊരിയെടുത്തിട്ട് നമുക്ക് നോക്കാം. ബലൂൺ പോയി. ഞാൻ ചേച്ചി ബലൂൺ കൈ ഇങ്ങനെ നേരെ വെക്കാമല്ലോ. ഇതാണ് ഒരു ഹാർട്ടിൻ്റെ ഇച്ച ബലൂൺസാണ്. ഇതുണ്ട് ഒരു പെൺകുട്ടി. കൈ ഇങ്ങനെ വെക്കാം, അങ്ങനെ വെക്കാം, തിരിച്ചും വെക്കാം, തിരിച്ചും വെക്കാം. എങ്ങനെ വേണേലും വെക്കാം. നമുക്കിത് വളയ്ക്കാൻ സാധാരണ പോലത്തെ അല്ല. തിരിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. എങ്ങനെയാണെന്ന് എനിക്കറിയാം.
നമ്മുടെ മുടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കെട്ടിയോണ്ടാ തോന്നുന്നത് വരും. നല്ല ഒരു സെറ്റാണ്. നമുക്ക് ഇത് മേലോട്ടാക്കിയിട്ട് ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടായത്. അല്ലെങ്കിൽ അത് ഇവിടെ അവിടെ ഇവിടെ ആയിരിക്കും. അതൊന്ന് നമുക്കെടുത്ത് വെച്ച് കണ്ടോ, ഇങ്ങനെ നമ്മുടെ ബലൂൺ ഇരിക്കും. കയ്യൊന്ന് തിരിച്ചിട്ട് ആ പെണ്ണിൻ്റെ അവിടെ ഇതാണ്ട് കാലും മടക്ക. ഇങ്ങനെ നേരെ വെക്കാൻ പറ്റത്തില്ല. ഇരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ വയ്ക്കുന്നത്? ആ, കാല് നീട്ടി വെച്ച വലിയ വെണ്ണ നീട്ടി വെച്ചൊക്കെ ചെയ്യാം. ചെരുപ്പുണ്ടല്ലോ ഫ്രീ ആയിട്ട്. നമ്മുടെ ചെരുപ്പൊന്ന് ഊരിയെടുത്ത് അവിടെ കാല് കാണാം. തിരിച്ചെങ്ങനെ വെക്കുമോ എന്തോ, വെക്കാനും പറ്റുന്നില്ലല്ലോ. ആ, ചെരുപ്പ് എങ്ങനെ വെച്ച് നമ്മൾ മുടി നമുക്ക് എങ്ങനെയാലും ഒക്കെ ഫിറ്റാക്കണം. റബ്ബർ ബാൻഡ് കൊണ്ട് നല്ല കെട്ട് വെച്ചേക്കുക. നമുക്കൊന്ന് സിമ്പിളായിട്ടൊരു കെട്ട് കെട്ടാം. നമുക്ക് ഈ പെണ്ണിനെ ഉടക്കാം. റബ്ബർ ബാൻഡ് അല്ലേ, പിന്നെ ഉടക്കല്ലാതെ വേറെ എന്താ? പക്ഷെ തൊന്ന് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറകുവശത്തൊന്ന് കെട്ടി നോക്കാം. ഇവൾക്ക് ഒത്തിരി മുടി ഉള്ളതുകൊണ്ട് മുട്ടത്തലയും കാണുന്നില്ല. ഒന്ന് പിന്നിക്കെട്ടാൻ സിമ്പിളായിട്ട്. പിന്നെ ഒന്നുണ്ട്, നമുക്ക് സാധാരണ പോലെ ഒന്ന് കെട്ടി വെക്കാം. നല്ല അത്യാവശ്യം ബാർബി പോലൊക്കെ നേരെ ആവുന്നില്ല മുടി. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ക്യൂട്ടായിട്ടുണ്ട്. ക്യൂട്ട്. നമ്മുടെ കൈയൊക്കെ നേരെ വെക്കും. ഹലോ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ, ഹായ് വെച്ച് താര വെക്ക്. എൻ്റെ കൈ താര വെച്ചിട്ടുണ്ട്. ഇവളെ നമുക്കൊന്ന് ഇരുത്താം. ഇവിടെ മുടി അപ്പത്തേക്ക് പൊരിഞ്ഞ് പോകാറായി. അമ്മൂമ്മയായോ? നമ്മൾ എടുക്കുന്ന മുമ്പ് അമ്മൂമ്മയായി പോയല്ലോ. നമുക്ക് മറ്റേ ബോക്സിനകത്ത് ഇട്ട് വെക്കാം. ഇത് വേണ്ട, ഇത് കൊണ്ടുപോയി കളഞ്ഞേ. എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കത്. കളയല്ലേ. നമ്മൾ ആ പെണ്ണിനെ എടുത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വെക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയി പോവാതെ. നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ് കാണാൻ. ഡ്രസ്സ് ഊരാൻ എടുത്ത് വെക്കാൻ വെച്ച പാടാ. ആ ബലൂണും കയ്യിലുണ്ട്, മുടിയാവും ഉണക്ക ചളമ്പി. ഹലോ കാണിക്കുന്നുണ്ടല്ലോ ഇവള്. ഹലോ ഇപ്പോഴത്തെ ഒരു പെണ്ണാണ്. ഇത്ര ഉള്ളു. അടുത്ത സാധനം എന്ന് വെച്ചാൽ വെയിറ്റ്. യൂണിക്കോൺ നമ്മുടെ ഒരു പാവ ക്യൂട്ട് ടെഡി ബിയറാണ്. ഞാൻ നിങ്ങൾക്കിത് ഗീവ് അവേ നടത്തും ഒരു ദിവസം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫുൾ വീഡിയോ വയ്ക്കും. ഓക്കെ, യൂണിക്കോൺ ഡോളിപ്പോൾ ഉണ്ട്. പിന്നെ നമ്മുടെ 3 ഐറ്റംസ് നേരം എടുക്കും. ഞാനിപ്പോൾ വരാം. 1 സെക്കൻഡ്. ഒരു
സാധനം കിച്ചൺ സെറ്റ്. എന്താ കിച്ചൺ സെറ്റാണ് നമ്മുടെ ഒരു കുട്ടി കിച്ചൺ സെറ്റ്. ബാക്കി പിന്നുള്ളത് 2 ക്ലിപ്സ്, ക്യൂട്ട് ക്ലിപ്സ്. സ്വയം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ക്യൂട്ട് ക്ലിപ്സ് കൊണ്ട് ഇതിൻ്റെ ഇവിടെ ഇരിക്കുക. എടുത്തിട്ട് മണ്ടയ്ക്ക് വെക്കാം. മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളേ ഉള്ളു നമ്മുടെ. ഇത്രയും പോലെ അത് രണ്ടും ഞാൻ വെക്കും. അപ്പം ഇത് ചോക്ലേറ്റ് ആണെന്നാണ് തോന്നുന്നത്. ചോക്ലേറ്റ് പുതിയൊരു ചോക്ലേറ്റാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.